നമസ്കാരം. ശശി തരൂരിനെ എങ്ങനെ ഒതുക്കണം എന്ന് ആലോചിച്ച് കോൺഗ്രസിൽ തലപുകഞ്ഞ ആലോചനയാണ്. ഇദ്ദേഹത്തെ ഒരു തരത്തിലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇയാളെ വി എസ് അച്യുതാനന്ദന്റെ കാര്യം പറഞ്ഞതുപോലെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ ജനങ്ങൾ തിരിയും. അതുപോലെ തരൂരിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാർ പ്രവർത്തകർ വരെ ഇവർക്കെതിരെ തിരിയും, കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ തിരിയും എന്നുള്ളതാണ്. കാരണം ബൗദ്ധിക തലത്തിലൊക്കെ തന്നെ വലിയ നേട്ടങ്ങളും മറ്റു കാര്യങ്ങളുമുള്ള കഴിവുറ്റ കോൺഗ്രസിന്റെ ഒരു ശക്തി കൂടിയായ വ്യക്തിയാണ് ശശി തരൂര്. അപ്പം ഇദ്ദേഹം BJP-യിലേക്ക് പോകുമെന്നൊക്കെയുള്ള റൂമേഴ്സ് ഒക്കെ കേൾക്കുന്നുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇദ്ദേഹം ഇസ്രായേൽ അംബാസഡറുമായിട്ട് ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഉടനെ ഇവിടെ ഇവർക്കൊക്കെ തന്നെ അങ്ങ് ഇളകി. ഇതിപ്പോ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന മാധ്യമമാണ്. മാധ്യമത്തിന് വല്ലാത്തൊരു ചൊറിച്ചിലാണ്. ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും ശശി തരൂരിനെയൊക്കെ അങ്ങ് എടുത്ത് മടി വെക്കുന്ന പോലെ ആയിരുന്നു മാധ്യമം. ഇപ്പോൾ മാധ്യമത്തിന് അതങ്ങോട്ട് സഹിക്കുന്നില്ല. മാധ്യമം ഓൺലൈനിൽ വന്ന വാർത്തയാണിത്. ഇസ്രായേൽ അംബാസഡറുമായി ശശി തരൂർ MP വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തിയതിൽ കോൺഗ്രസിൽ കടുത്ത അമർഷമെന്നാണ് ഇപ്പോൾ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിനായി തരൂർ ഡൽഹിയിൽ എത്തിയപ്പോഴായിരുന്നു കൂടിക്കാഴ്ച. സമിതി ചെയർമാൻ എന്ന നിലയിൽ കൂടിക്കാഴ്ച നടത്തിയതിൽ ഒരു തെറ്റുമില്ല എന്നാണ് തരൂർ വിശദീകരിച്ചത്. ശശി തരൂർ ആരെ കാണണം, അയാൾ ആരുമായി കൂടിക്കാഴ്ച നടത്തണം? ഏതായാലും നിങ്ങളുടെ മണിശങ്കർ അയ്യറും നിങ്ങളുടെ നേതാക്കളും ഒന്നും പോയി കാശ്മീരിൽ പോയി തീവ്രവാദികളുടെ വീട്ടിൽ പോയി കഥകൾ മുട്ടി അവിടെ കൂടിക്കാഴ്ച നടത്തി അത്രയൊന്നുമില്ലല്ലോ. ഇത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അംബാസിഡറെയല്ലേ, ഔദ്യോഗിക അംബാസിഡറെയല്ലേ കണ്ടത്. മാത്രമല്ല അദ്ദേഹത്തോടൊപ്പം സംസാരിക്കാൻ വിവരമുള്ള ഇദ്ദേഹമൊക്കെ ഉള്ളൂ, അല്ലാതെ രാഹുൽ ഗാന്ധിയാണോ പോയി സംസാരിക്കുന്നത്? പാലസ്തീനിലും ഇറാനിലും ആക്രമണം നടത്തുന്ന ഇസ്രായേലിനെതിരെ കേന്ദ്ര സർക്കാർ കടുത്ത നിലപാട് സ്വീകരിക്കണമെന്ന് സോണിയാഗാന്ധി ആവശ്യപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് ശശി തരൂർ കൂടിക്കാഴ്ച നടത്തിയത്. സോണിയാഗാന്ധിയാണോ രാജ്യത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? ഇന്ത്യയിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സോണിയാഗാന്ധിയല്ല. ഇവിടെ ഒരു ഭരണഘടനയുണ്ട്, ഇവിടെ ഒരു ഭരണ സംവിധാനമുണ്ട്, ഇവിടെ പ്രധാനമന്ത്രിയുണ്ട്, മറ്റ് മന്ത്രിമാരുണ്ട്. പണ്ട് UPA ഭരിച്ചിരുന്നപ്പോൾ മൗനി ബാബ പ്രധാനമന്ത്രിയെ വെച്ച് സോണിയാഗാന്ധി കാര്യങ്ങൾ തീരുമാനിച്ച കാലമൊക്കെ പോയത് അറിഞ്ഞില്ലേ? സോണിയാഗാന്ധി അല്ല തീരുമാനിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ നിലപാട് എന്താണ് ഏതാണ് എന്നുള്ളത് ഇവിടെ കേന്ദ്ര ക്യാബിനറ്റും കേന്ദ്ര സർക്കാരും വിദേശകാര്യ മന്ത്രാലയവും ഒക്കെ ചേർന്ന് തീരുമാനിക്കും. സോണിയാഗാന്ധി ഉത്തരവിടുന്നത് പോലെ പ്രവർത്തിക്കാൻ നരേന്ദ്രമോദിയെ കിട്ടില്ല എന്നുള്ള കാര്യം അറിയില്ലേ? തൊട്ടു പിന്നാലെയാണ്, അതായത് അങ്ങനെ തൊട്ടു പിന്നാലെ പോയത് വലിയ അക്ഷന്തവ്യമായ അപരാധമാണെന്നാണ് മാധ്യമം പറയുന്നത്. കോൺഗ്രസിന്റെ പ്രഖ്യാപിത നിലപാടിന് എതിരാണ് തരൂരിന്റെ ചെയ്തികൾ എന്ന ഹൈക്കമാൻഡ് വിലയിരുത്തി. ഇൻഡോ പാക് യുദ്ധത്തിൽ പോലും ഇന്ത്യക്ക് അനുകൂല നിലപാട് സ്വീകരിച്ച രാജ്യമാണ് ഇറാൻ എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ദേശീയ മാധ്യമങ്ങളിൽ സോണിയാഗാന്ധി ലേഖനം എഴുതിയിരിക്കുന്നത്. ലേഖനമൊക്കെ എഴുതി, നല്ല കാര്യം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എഴുതുന്നത് നന്നായിരിക്കും. എഴുത്തും വായനയൊന്നും മറന്നു പോകാതിരിക്കും. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാനായി വിദേശ സന്ദർശനം നടത്തിയ മറ്റ് MP-മാരും അംബാസിഡർ റുവാൻ അസറിന്റെ വസതിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. തരൂർ സൃഷ്ടിക്കുന്ന ഉൾപാർട്ടി പോരുകളെയും മോദി സ്തുതിയെയും അവഗണിക്കുക എന്നതാണ് കോൺഗ്രസ് നയം. അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തരൂരിനെ പുറത്താക്കാൻ പറ്റൂല, തരൂരിനോട് വിശദീകരണം ചോദിക്കാൻ പറ്റൂല, തരൂരിനോട് മെമ്മോ ചോദിക്കാൻ പറ്റൂല. എന്ത് ചോദിച്ചാലും കോൺഗ്രസിന് ഉള്ളതുകൂടി പോയി കിട്ടും. ഇപ്പൊ തന്നെ തകർന്ന് തരിപ്പണമായി ഈർക്കിൽ പരുവത്തിൽ നിൽക്കുന്ന പാർട്ടിയാണ്. ഈർക്കിൽ പാർട്ടികൾക്ക് ഇതിനൊക്കെ ശക്തിയുണ്ട്. അപ്പൊ അങ്ങനെ ഇന്ത്യ മുന്നണി എവിടെ പോയോ കോൺഗ്രസിന്റെ നേതൃത്വത്തിലായിരുന്നു. അപ്പം വേറെ മാർഗമൊന്നുമില്ല. ഇതിനെ അർഹിക്കുന്ന അവഗണനയോടെ തള്ളിക്കളയുകയാണ്. തരൂര് കണ്ണങ്ങോട്ട് മിഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ മൂത്രമൊഴിക്കുന്ന കോൺഗ്രസ്, ഖാർഗെ, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി. തരൂരിനോട് ഒരു 15 മിനിറ്റ് സംവാദത്തിന് പോലും ഇവരാരും തയ്യാറാകുകയുമില്ല. അങ്ങനെയുള്ള കോൺഗ്രസ് എന്ത് കാണിക്കാനാണ്? മദാമ ഓർഡർ ഇടരുത്, ഓർഡർ ഇട്ടാൽ അനുസരിക്കാൻ മോദി നിങ്ങളുടെ വേലക്കാരനല്ല. നിങ്ങൾക്കൊരു വേലക്കാരനുണ്ടായിരുന്നു, മരിച്ചുപോയി. സീതാറാം യെച്ചൂരി എന്നായിരുന്നു അയാളുടെ പേര്. സോണിയാഗാന്ധിയുടെ പാവാട കഴുക്കുകാരൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടത്. നെഹ്റുവിന്റെയും മഹാത്മാഗാന്ധിയുടെയും ഒക്കെ കാലം മുതൽക്കേ പലസ്തീൻ അനുകൂല നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. പലസ്തീനിലെ ജനതയെ തീർച്ചയായിട്ടും പലസ്തീനിലേക്ക് സാമ്പത്തിക സഹായം ഇന്ത്യ നൽകുന്നുണ്ട്, അതറിയൂ. സത്യം പറഞ്ഞാൽ അല്പം വായിക്കണം, പത്രമൊക്കെ വല്ലപ്പോഴും വായിക്കണം. ചുമ്മാ ലേഖനം എഴുതി നടക്കരുത്. ആ ലേഖനം അതേപടി ഇവിടെ മലയാളത്തിലാക്കി ചില മാധ്യമങ്ങളും ചാനലുകളും ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കാൻ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ നടക്കുകയും ചെയ്യുന്നു. തരൂര് ആരെ കാണണം, എന്ത് കാണണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെതാണ്. ഒരു രാജ്യത്തിന്റെ അംബാസിഡറെ, ഏത് രാജ്യത്തിൻ്റെതുമാകട്ടെ, അയാൾ നമ്മുടെ അതിഥിയാണ്. അയാളെ കാണാനും സംസാരിക്കാനും കാര്യങ്ങൾ വിശദീകരിക്കാനും അയാളുമായി ചർച്ച നടത്താനുമുള്ള കഴിവും പ്രാപ്തിയും ഒക്കെയുള്ള വ്യക്തിയാണ് ശശി തരൂർ. അദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം പോയി അളിയ അംബാസഡർ എന്നാ ഉണ്ടെന്ന് പറഞ്ഞ് കണ്ടതല്ല. അതിനൊക്കെ ഔദ്യോഗികമായ ചില നീക്കങ്ങളുണ്ട്, ഔദ്യോഗികമായ വിശദീകരണങ്ങളുണ്ട്, അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരുപാട് നയതന്ത്ര ബന്ധങ്ങളുടെ ഭാഗമായിട്ടൊക്കെയാണ്. അതൊന്നും അറിയാൻ മേലാത്തവർ ഇങ്ങനെ പട്ടി കൊടിക്കുമ്പോൾ കുരച്ചിട്ട് വല്ല കാര്യമുണ്ട്. രാവുമായണം രാമനെ അറിയണം. സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ 20 ഞായറാഴ്ച രാവിലെ 9 മണിക്ക്. സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം, നന്ദാവനം, തിരുവനന്തപുരം. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്വമൈ TV സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു. ഈ വരുന്ന ജൂലൈ മാസം 20 ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത്.
10 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ പേര്, പഠിക്കുന്ന സ്കൂളിന്റെ ID കാർഡ്, ജനനത്തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം 9074347838 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഒരു കുട്ടിക്ക് 100 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 54 കുട്ടികൾക്ക് മാത്രം. വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ.